അകത്തുണ്ട്. അമ്മയുണ്ട്, അകത്തുണ്ട്. അനു, എല്ലാ ഗൂഢാലോചനയും പൊളിഞ്ഞിരിക്കുക, അതമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാ അവിടെ വെച്ചൊരു വിചാരണയ്ക്ക് നിൽക്കാതെ അമ്മ ആരോടും പറയാതെ ഓട്ടോയിൽ കയറിയും പോകുന്നത്. അത് തന്നെ ഒരു കുറ്റസമ്മതമാണ്. അപ്പൊ പിന്നെ ഇനിയൊരു കുറ്റവിചാരണ കൂടി വേണോ? എനിക്ക് ആരെങ്കിലും വിചാരണ ചെയ്യണമെന്നോ ശിക്ഷിക്കണമെന്നൊന്നും ഇല്ല ഇന്ദ്രേട്ട. ഞാൻ ഇന്ദ്രേട്ടനെ കുറിച്ച് കേട്ട കാര്യത്തില് എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയണമായിരുന്നു. ആ വാർത്തയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിഞ്ഞപ്പോ തന്നെ അതിൽ സത്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടി അവരിത് ചെയ്തു എന്നാ. അമ്മയുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. ഞാനും ഇന്ദ്രേട്ടനും ഒരുമിച്ച് ജീവിക്കരുത്. അമ്മയുടെ മരുമകളായി ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത്. ആ കാര്യങ്ങളിൽ ഇനി തീരുമാനം എടുക്കേണ്ടത് ഇന്ദ്രേട്ടനാ. അതുകൊണ്ട് അമ്മയോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ല. പിന്നെ ഇന്ദ്രേട്ടനെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത രണ്ടാമത്തെ ആള് ഹർഷ. അവൾ എന്താണ് ലക്ഷ്യം വെച്ചതെന്ന് കണ്ടുപിടിക്കണം. അവൾ അമ്മയെ സഹായിക്കാൻ ഒപ്പം നിന്നതാണോ അതോ ഇനി അവൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ സ്വാർത്ഥ താല്പര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കണമല്ലോ. ആ, അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഈ കാര്യത്തിൽ ഇനി ഇവിടെ ഒരു ചർച്ചയില്ല. അങ്ങനെയല്ലേ അനുപമേ? അതല്ലേ ഭാനുമ്മേ ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് നല്ലത്. അതെ, സ്വന്തം അമ്മയുടെ ഭാഗത്തുണ്ടായ തെറ്റിനെ വീണ്ടും വെട്ടിമുറിച്ച് പരിശോധന നടത്തിയിട്ട് അതിലൊരു കാര്യവും ഇല്ല. അതിവിടെ നിർത്തുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. അനു അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വലിയൊരു കാര്യം തന്നെയാ. എൻ്റെ അമ്മയോട് ഞാൻ ക്ഷമിക്കും പോലെ മരുമകളായ അനുപമ ക്ഷമിക്കണമെന്നില്ലല്ലോ. ക്ഷമിക്കാനും സഹിക്കാനും മനസ്സുള്ളവരെ ഇനിയെങ്കിലും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് അവരോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതിയും നന്ദിയും. അമ്മ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഏട്ടന്റെ മുന്നിൽ വിസ്തരിക്കപ്പെടാതിരിക്കാനാ. എന്നുവെച്ചാൽ നമ്മളൊന്നും മനസ്സിലാക്കിയില്ലെന്ന് അമ്മയ്ക്ക് തോന്നരുത്. അങ്ങനെ തോന്നിയാ അമ്മ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് നിഷേധിക്കും. അതെ, സോന പറഞ്ഞത് കറക്റ്റ് പോയിന്റാ. ഏതെങ്കിലും ഒരു സമയത്ത് അമ്മയെ മാത്രം ഇരുത്തി ഇന്ദ്രേട്ടൻ ഈ കാര്യങ്ങൾ സംസാരിക്കണം. ശരി, ഞാൻ സംസാരിച്ചോളാം. ഭാനുമ്മേ, നിങ്ങൾ പോയി അമ്മ എന്ത് ചെയ്യണം നോക്ക്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പായാലേ അമ്മ നമ്മുടെ മുമ്പിലേക്ക് വരൂ. ആ, ഞാൻ പോയി നോക്കാം. അതെ, ഇവിടെ ഇതേക്കുറിച്ച് ഇനി ഒരു ചർച്ച വേണ്ട. എല്ലാരും അകത്തേക്ക് വാ. ചെല്ലു ചെല്ലു സോനെ.